ഈശ്മിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈ പ്രാർത്ഥനയിലൂടെ ഞാനും കൽവരിയിലേക്ക്. ബഹുമാനപ്പെട്ട വൈദികര്, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ വിരലുകളും ഉണ്ടായിരുന്നു ഈ വടവുകൾ. ഇതെന്തിനാണെന്നോ? വലത് കൈകൊണ്ട് ദൈവത്തെയും ഇടത് കൈകൊണ്ട് കൂടിയുള്ളവരെയും ചേർത്ത് പിടിക്കാൻ. നാം കേട്ടിട്ടില്ലേ? മണ്ണായാൽ നനവ് വേണം, മനസ്സായാൽ അലിവ് വേണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നു. യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടേക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് മനസ്സലിഞ്ഞ് പറയുന്ന പേരാണ് ക്ഷമ. ഇത് നോമ്പുകാലത്തിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ പ്രാർത്ഥികമാക്കേണ്ടതാണ്. വിവാഹമോചനം തീരുമാനിച്ച മിനിയും ജോസും 2 വീടുകളിൽ താമസം തുടങ്ങി. അവരുടെ മക്കളുടെ ദുഃഖം കണ്ട് ധ്യാനഗുരു ഇക്കാര്യത്തിൽ ഇടപെട്ടു. പരസ്പരം ക്ഷമ ചോദിച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ ശ്രമിക്കുമ്പോൾ ആര് ആദ്യം താഴും എന്നതായിരുന്നു പ്രധാന പ്രശ്നം. കുരിശ് രൂപത്തിന്റെ മുൻപിൽ ആ ദമ്പതിമാരെ നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ക്രൂശിതിനെ നോക്കി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കൈകൾ കോർത്ത് കെട്ടിപ്പിടർന്നു. കണ്ണുകളിൽ നിന്നും ക്ഷമയുടെ കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. ശാന്തതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജോസഡിനെയും മിൻചേച്ചിയെയും മക്കളെയും ഒന്നിച്ച് യാത്രയാകുമ്പോൾ ധ്യാനഗുരു മുഴിഞ്ഞു. ഒരു ദിവസം 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. കോർത്ത് പിടിച്ച കരങ്ങൾ കൊണ്ട് കരുണ ചെയ്യാനും പരസ്പരം കരുണയോടെ നോക്കാൻ നിങ്ങൾക്കാകട്ടെ. വിടർന്ന മിഴികളോടെ എന്നെ നോക്കുന്ന ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന കൂട്ടുകാരെ ഒന്നോർക്കാം. മനസ്സിൽ കുറിച്ചിടാം. ക്ഷമ വില്ലിന്റെ ഞാൻ പോലെയാണ്. ഞാൻ എത്രത്തോളം പുറകോട്ട് വലിക്കുമോ അത്രയും ശക്തി അതിന് ലഭിക്കും. അതുപോലെ കൂടുതൽ ക്ഷമ അഭ്യസിച്ചാൽ മനുഷ്യൻ കൂടുതൽ ശക്തിയുള്ളവനാവും. വിനയത്തിന്റെ വില്ലിൽ നിന്നും സ്നേഹമാവുന്ന അമ്പ് വർഷിച്ച് കുടുംബം, ഇടവക, അതിരൂപത മുഴുവൻ കീഴടക്കി മഹത്തായ സ്നേഹ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ പറവൂർ ഫൊറോനയിലെ ഓരോ മക്കൾക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 70 പ്രാവശ്യം ക്ഷമിക്കുവാൻ കരുത്തേക്കണേ. അകതാരിൽ അലിവ് നൽകണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. താങ്ക് യു.